സോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് റസ്റ്റിൽ ബഫർ റീഡർ എന്താണെന്നാണ്. ബഫർ റീഡർ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഫയലിനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയാണ്. നേരത്തെ നമ്മൾ ഫങ്ഷൻ ഉപയോഗിച്ചാൽ ഫയൽ റീഡ് ചെയ്യാം, നമ്മൾ റീഡ് ടു സ്ട്രിംഗ് എന്നുള്ള സാധനം. അതെന്ന് വെച്ചാൽ ഫയലിന് മൊത്തമായിട്ട് റീഡ് ചെയ്യും. പക്ഷേ എനിക്ക് ഫയലിനോ ലൈൻ ബൈ ലൈൻ ആയിട്ട് റീഡ് ചെയ്യണമെങ്കിൽ ലൈബ്രറി ഉപയോഗിക്കണം, ബഫർ റീഡർ. ഓക്കെ, ഞാൻ VS Code ഇപ്പോൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ VS Code ഓപ്പൺ ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യാൻ കോഡ് ചെയ്താൽ ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്യാൻ കോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഫയൽ റീഡ് ചെയ്യാം, text.txt എന്ന് പറഞ്ഞാൽ SRസിനുള്ളിൽ തന്നെ. ഓക്കെ, text.txt. ഓക്കെ, അത് കണ്ടന്റ് കൊടുക്കുക, എക്സാമിന് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു 5 സാധനം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി മെയിനിൽ പോവാം. ഇനി നമുക്ക് ബഫർ റീഡർ ഉപയോഗിക്കാം. അതിന് മുമ്പ് നേരത്തെ നമ്മൾ റീഡ് ചെയ്യാൻ പറഞ്ഞുതരാം. നേരത്തെ നമ്മൾ റീഡ് ടു സ്ട്രിംഗ് സാധനം ഉപയോഗിച്ച് നമ്മളൊരു സ്ട്രിംഗ് ക്രിയേറ്റ് ചെയ്യും. ഫസ്റ്റ് നമ്മളൊരു സ്ട്രിങ്ങിനെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും, സ്ട്രിംഗ് മ്യൂട്ട്. എനിക്ക് വേരിയബിൾ കൊടുക്കാം, നമ്മൾ ന്യൂ സ്ട്രിംഗ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യ ഫയൽ ഡോട്ട് റീഡ് ടു സ്ട്രിംഗ്. എന്നിട്ട് നമ്മൾ ആ വേരിയബിളിന് പേര് കൊടുക്കും. ഓക്കെ, മ്യൂട്ട് ഡോട്ട് അൺവാപ്പ്. ഇങ്ങനെ കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ഈ ഫയൽ കണ്ടന്റ് എന്താ, ഈ ഫയൽ കണ്ട് മൊത്തം എടുത്തിട്ട് ഈ വേരിയബിൾ സേവ് വെക്കും. എന്ന് വെച്ചാൽ ഇതിങ്ങനെ ആയിരിക്കും, ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോറൊക്കെ അങ്ങനെ ആയിരിക്കും. AC ഇങ്ങനെയൊക്കെ സ്റ്റോറൊക്കെ കിടക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും ആ വേരിയബിളിൻ്റെ ഉള്ളിൽ സ്റ്റോറൊക്കെ കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഈ വേരിയബിൾ പ്രിൻറ്റ് ചെയ്യാൻ നോക്കി എന്താ ചെയ്യുന്നത്, ഇത് മൊത്തം പ്രിൻ്റ് ആവും. എനിക്ക് ഒന്നായിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് മൊത്തം പ്രിൻ്റ് ആയി വരും. ഓക്കെ, ഇങ്ങനെയാണ് അതിൽ സ്റ്റോർ ആവുന്നത്. പക്ഷേ റീഡ് ബഫർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒന്നൊരു ആക്സസ് ചെയ്യും, ഇത് ആക്സസ് ചെയ്യും. അങ്ങനെ ഒന്നായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് തന്നെ. നേരത്തെ മൊത്തം സ്റ്റോർ ചെയ്യുന്നത്, ഇത് മൊത്തം സ്റ്റോർ ചെയ്യുന്നത് ഒറ്റയടിക്കും. മറ്റേ റീഡ് ബഫറിൽ എങ്ങനെയാണ് ഒന്നൊന്നായിട്ട് ആക്സസ് ചെയ്യുന്നത്, 1 2 3 4 5 അങ്ങനെ ആക്സസ് ചെയ്യും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. നമുക്ക് ബഫർ ഇമ്പോർട്ട് ചെയ്യണം. യൂസ് stdio ബഫർ റീഡ് 2 സാധനം ഞാൻ പറഞ്ഞത് എന്തിനാണ്. അതായത് നമുക്ക് മെയിൻ ആവശ്യമുള്ള സാധനം, ഇത് നമുക്ക് ആവശ്യമുണ്ട് ഒരു കാര്യത്തിന്. ഓക്കെ, ലെറ്റ് മ്യൂട്ട് ബഫ് = അത് നമ്മൾ ഓപ്പൺ ചെയ്ത ഫയലിൻ്റെ വേരിയബിൾ. ഓക്കെ, നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കണം. ഫോർ ലൂപ്പ് വെച്ചാണ് നമ്മൾ ആക്സസ് ചെയ്യാൻ പോകുന്നത് തന്നെ. ഓക്കെ, ഫോർ ലൈൻ ഇൻ vf.lines. ഈ ലൈൻസ് ഉണ്ട്, ഈ ലൈൻസ് ഈ ബഫറിൻ്റെ ഉള്ളിൽ ഉണ്ട്. ഈ ഫംഗ്ഷൻ കണ്ട, ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ലൈൻ സാധനം വരുന്നത്. ഓക്കെ, അണ്ട് നമ്മൾ ബഫർ റീഡ് ഇമ്പോർട്ട് ചെയ്ത് ഹോവറെ അറിയാൻ പറ്റും. കണ്ട, ബഫർ റീഡ് എന്ന സാധനമാണ്. ഓക്കെ, ഡോട്ട് ഫ്ലാറ്റൻ. ഓക്കെ, പ്രിന്റ് ചെയ്യാൻ തരാം. പ്രിന്റ് ln ലൈൻ റൺ ചെയ്യാണ്. പിന്നെ ഇവിടെ മ്യൂട്ടിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഓപ്പണിൽ ആവശ്യമില്ല. കാരണം നമ്മൾ ഓപ്പണിൽ വെച്ച് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്തില്ലാണ്ട് അതിലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കണ്ട, ഇത് പ്രിന്റ് ആവാന്ന്, ഇത് മൊത്തം പ്രിന്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും റീഡ് ടു സ്ട്രിംഗ് കൊടുത്താൽ ഇങ്ങനെ ഔട്ട്പുട്ട് ഇട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താ, ഇത് ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ അടിക്ക് പ്രിന്റ് ചെയ്ത ഫീൽ ചെയ്യും. നമുക്കൊരു ഡിലേ കൊടുത്താൽ അറിയാൻ പറ്റും ഒറ്റ പ്രിന്റ് ചെയ്യുന്നത്. അപ്പം ഡിലേ കൊടുക്കാനുള്ള ഞാൻ ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്യാം. എക്സാമ്പിൾ കൊടുക്കുകയാണ് ഹലോന്ന് കൊടുത്ത്. അപ്പം എല്ലാത്തിലും ഹലോ വരുന്നു. ആയിക്കോട്ടെ, കണ്ട, മറ്റേ തന്നെ വരില്ലായിരുന്നു. പക്ഷെ ഇതിലാണെങ്കിൽ വരും. കണ്ട, ഒന്നൊന്നായിട്ട് ആക്സസ് ചെയ്യുന്ന എന്താ വെച്ചാൽ ഈ സാധനം നമ്മുടെ ഡിസ്കിൽ എടുക്കുന്നത്, നമ്മുടെ ഹാർഡ് ഡിസ്കിന് ഡാറ്റസ് മൊത്തം എടുത്തത് റാമിലിടും. എന്നുവെച്ചാൽ ഹാർഡ് ഡിസ്കിനെ ഒന്നൊന്നായിട്ട് ആക്സസ് ചെയ്യാൻ പോയാൽ നല്ല ടൈം എടുക്കും. അങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒന്നായിട്ട് ഫസ്റ്റ് ആ വാല്യൂ ഇതിൽ സ്റ്റോർ ആവും. ലൈനിൻ്റെ ഉള്ളിൽ ഇത് വേരിയബിൾ വരും. ഫോർ ലൂപ്പിൻ്റെ ഇത് വേരിയബിൾ ആക്കി എടുത്തു. ഓക്കെ, ഈ വേരിയബിൾ സ്റ്റോർ ആവും. അത് ആ വേരിയബിൾ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഫസ്റ്റ് സൂപ്പർമാൻ സ്റ്റോർ അത് ഞാൻ പ്രിന്റ് ചെയ്ത്, പിന്നെ അയൺമാൻ സ്റ്റോർ ഇവിടെ പ്രിന്റ് ചെയ്ത്, ബാറ്റ്മാൻ സ്റ്റോർ പ്രിന്റ് ചെയ്ത്, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ലൈൻ ആക്സസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഡോട്ട് ലൈൻസ് നെയിം തന്നെ ഉണ്ട്. ഡോട്ട് ലൈൻ എന്ത് ഉപയോഗിക്കുന്നത് നമുക്ക് ലൈനായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി. എന്ന് വെച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ ലൈനായിട്ട് വേണമെന്ന് വെച്ചാൽ എനിക്ക് ഈ ബഫറിന് വെച്ചാൽ ഈ മൊത്തം ഡാറ്റേനെ എടുത്ത് റാമിൽ കൊണ്ടുവിടും. കവർന്ന് എനിക്ക് എന്താ പറഞ്ഞാൽ ഈ ലൈൻ ബൈ ലൈനായിട്ട് എൻ്റെ ഫയലിനെ ആക്സസ് ചെയ്യണം. അപ്പോൾ ഡോട്ട് ഫ്ലാറ്റ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഓക്കെ, നിങ്ങൾ ഉറപ്പ് അറിഞ്ഞിരിക്കണം.
സാധാരണ നമ്മൾ എക്സ് ഫ്ലാറ്റ് ഉപയോഗിച്ചില്ല, ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഫ്ലാറ്റിന് ഉപയോഗിക്കാതെ പ്രിൻറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ഔട്ട്പുട്ട് വരുള്ളൂ എൻ്റെ ഇങ്ങനെ ഓക്കെ സൂപ്പർ മാൻ. ഓക്കെ ഇങ്ങനെ ആയിരിക്കേണ്ട ഡാറ്റാസ് ഫണ്ട്. ഓക്കെ അയൺ മാൻ, ഓക്കെ ബാറ്റ്മാൻ, ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. കാരണം ഇത് റിട്ടേൺ ചെയ്യുന്നത് ഈ വേരിയബിളിൻ്റെ ടൈപ്പ് എന്തായിരിക്കും, ഒരു റിസൾട്ട് ആയിരിക്കും. അപ്പോൾ റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഇങ്ങനെ ആയിരിക്കും റിസൾട്ട് വേണ്ടത്. നമുക്ക് ഇങ്ങനെയല്ലേ വേണം, നമുക്ക് സ്ട്രിങ് മാത്രം മതി. നമുക്ക് ഓക്കെ സൂപ്പർമാൻ ഒന്നും വേണം, നമുക്ക് സ്ട്രിങ് മാത്രം മതി. അതിനുവേണ്ടി ഈ സാധനം ഉപയോഗിക്കുന്നത് ഓക്കെ. അതുമാത്രമല്ല ഒരു എറർ വന്നാലും അതിനെ സ്കിപ്പ് ചെയ്തോളൂ ഈ സാധനം. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. സാധാരണ നമ്മൾ കോഡിൽ എറർ വന്ന് എന്താ വെച്ചാൽ ആ കോഡ് സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പ് എന്താ വെച്ചാൽ നമ്മുടെ ബാക്കി കോഡൊന്നും എക്സിക്യൂട്ട് ആവില്ല. അപ്പോൾ ആ പ്രശ്നം വരില്ല. അപ്പോൾ ഇത് എന്തെന്ന് വെച്ചാൽ ഫയൽ റീഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ ഒന്നും വിചാരിക്കും, ഒരു ഡിസ്ക് കറക്റ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ ആ ഫയലിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഫയലിൻ്റെ ഡാറ്റ ഡിലീറ്റ് ആയിപ്പോയി എന്തെങ്കിലും കാരണം വെച്ച് വേറെ ഒരു പ്രോഗ്രാമിനെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, ഡിലീറ്റ് ആയിപ്പോയി, അപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ സാധനം ഉപയോഗിക്കാൻ ചെയ്യുകയാണെങ്കിൽ എറർ ഡിസ്പ്ലേ ചെയ്യും, അപ്പോൾ നമ്മുടെ കോഡ് സ്റ്റോപ്പ് ആയി പോകും. പക്ഷേ ഫ്ലാറ്റർ എന്ത് ചെയ്യും, ഈ സാധനം സ്കിപ്പ് ചെയ്ത് കളയും. എറർ ഒന്ന് വെച്ചു അതിനെ സ്കിപ്പ് ചെയ്ത് കളയും. ഇപ്പം എറർ എന്ന് വെച്ചാൽ ഇങ്ങനെ വേണ്ടി റിസൾട്ട് ടൈപ്പിൽ വേണ്ടി ഇതിലേക്ക് എറർ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷേ അത് ഈ ഓക്കെയിലുള്ള കണ്ടൻസ് ഉണ്ട്, ഇത് മാത്രം എടുക്കുള്ളൂ സാർ, ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം ഇതിനൊക്കെ ഇഗ്നോർ ചെയ്താൽ സ്കിപ്പ് ചെയ്ത് കളയും. ഈ ഫ്ലാറ്റർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഓക്കെ കാണുമ്പോൾ അതിലുള്ള വാല്യൂസ് ഉണ്ട്, ഈ വാല്യൂസ് എടുത്ത് ഇതിൽ സ്റ്റോർ ചെയ്യും, അങ്ങനെ ചെയ്യുന്നത് ഓക്കെ. ഈ എറർ വരുമ്പോൾ എന്ത് ചെയ്യും, അതിനെ സ്കിപ്പ് ചെയ്ത് കളയും. അപ്പം ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്ലാറ്റിൻ്റെ ഒരു വേറെ സാധനം ഉപയോഗിക്കാം, അൺവാപ്പ് ഓക്കെ. അൺവാപ്പ് ഉപയോഗിക്കാം. അതെവിടെയാണെന്ന് വെച്ചാൽ കണ്ട ഫ്ലാറ്റിന് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇത് റിസൾട്ട് ആയതുകൊണ്ട്. റിസൾട്ട് പ്രിൻറ്റ് ചെയ്യാൻ നമ്മൾ ഒരു ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്യണം, :?. ഓക്കെ ഇനി പ്രിൻറ്റ് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ എങ്ങനെ ഔട്ട്പുട്ട് വന്നതെന്ന് കണ്ട. ഹലോ ഓക്കെ സൂപ്പർമാൻ, ഓക്കെ ഉണ്ട്, ഓക്കെ ഉണ്ട്, ഓക്കെ ഓക്കെ എന്നൊന്നുണ്ട. ഈ പ്രശ്നം നമ്മൾ അവർ നേരത്തെ സോൾവ് ചെയ്ത് നമ്മൾ ഫ്ലാറ്റിന് ഉപയോഗിച്ച് ഓക്കെ ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ മാത്രമേ എടുക്കുള്ളൂ, ഈ ഓക്കെ സാധനം എടുക്കുക, ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ഈ വാല്യൂസ് മാത്രമേ എടുക്കുള്ളൂ. എറർ വരുവാണെങ്കിൽ ഞാൻ സ്കിപ്പ് കളയും. അപ്പം അത് വേറെ സാധനമുണ്ട്, എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല ചെയ്യാൻ പറ്റിയ സാധനമുണ്ട്, .unwrap ഓക്കെ. ഫ്ലാറ്റിൻ്റെ പകരം ഉപയോഗിച്ച സാധനമാണ്. പ്രിൻ്റ് ആണെങ്കിൽ നമ്മളൊരു പ്രിൻ്റ് ആവും. എങ്ങനെയാണ് ഫ്ലാറ്റും വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ വർക്ക് ചെയ്യും. പക്ഷേ ഒരു സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ എറർ ത്രോ ചെയ്യും. നേരത്തെ എങ്ങനെയായിരുന്നു, ഇത് ഫ്ലാറ്റും പോലെ തന്നെയാണ്, ഓക്കെ വരില്ലേ, അതിലെല്ലാത്തിൻ്റെ വാല്യൂസ് എടുക്കും, സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ. പക്ഷേ എറർ വരുമ്പോൾ പ്രശ്നമുണ്ട്. എറർ വരുമ്പോൾ ഇത് ഡിസ്പ്ലേ ചെയ്യും. ഇപ്പം എന്തെങ്കിലും ഫയൽ റീഡ് സമയത്ത് എന്ത് എറർ വന്നു വിചാരിച്ചോ, അപ്പോൾ എന്ത് ചെയ്യും, ഈ കോഡ് അവിടെ സ്റ്റോപ്പ് ആവും. എറർ ത്രോ ചെയ്യും. അൺവാപ്പ് സാധനം തന്നെ എറർ ത്രോ ചെയ്യും അത്. അപ്പോൾ ഇത് കോഡ് സ്റ്റോപ്പ് ആകാൻ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിനെ കുറെ ഉപയോഗിക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലായിരുന്നു. ഒന്ന് ഈ കേസിൽ ഫ്ലാറ്റർ അൺവാപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരേപോലെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എക്സാം നമുക്ക് ഡാറ്റ കിട്ടും. ഇപ്പോൾ റീഡ് ചെയ്ത് സക്സസ്ഫുൾ റീഡ് ചെയ്യണമെങ്കിൽ ആ വാല്യൂസ് ഈ ലൈനിൽ സ്റ്റോർ ചെയ്യും, ലൈൻ ബൈ ലൈൻ ഫസ്റ്റ് സൂപ്പറായി സ്റ്റോർ ചെയ്യും, പിന്നെ ആനിമേഷൻ സ്റ്റോർ ചെയ്യും. എറർ വരുവാണെങ്കിൽ അതിനെ സ്കിപ്പ് ചെയ്ത് കളയും ഫ്ലാറ്റൻ ഓക്കെ. ഈ അൺവാപ്പ് ആണെങ്കിൽ ഓക്കെ സാധനം കിട്ടുവാണെങ്കിൽ ഫയൽ വരയ്ക്ക് റീഡ് ചെയ്ത് കിട്ടുവാണെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യും ഇവിടെ ലൈൻ ബൈ ലൈൻ തന്നെ, ഫ്ലാറ്റും വർക്ക് ചെയ്യുന്ന പോലെ തന്നെ. എറർ വരുവാണെങ്കിൽ അത് സ്റ്റോപ്പ് ആവും, എറർ ത്രോ ചെയ്യും, അപ്പോൾ അവിടെ കോഡ് അവിടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ അതാ പ്രശ്നം. അപ്പോൾ അതാ മെയിൻ ഡിഫറൻസ് പറയാനുള്ളത്. രണ്ടെണ്ണതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അൺവാപ്പ് ആരും ഉപയോഗിക്കില്ല. അൺവാപ്പ് ഭയങ്കര എറർ ത്രോ പ്രശ്നമില്ലാണ്ട് നിങ്ങൾ റിയൽ കോഡ് കേസിൽ അൺവാപ്പ് റേ ആയിട്ട് ഉപയോഗിക്കില്ല. ഇപ്പോൾ കേസ് ഉണ്ട്, നിങ്ങൾ എനിക്ക് എറർ സ്ഥലത്ത് ചെറുതായിട്ട് ഹാൻഡിൽ ചെയ്യണം എറർ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് അവിടെ എറർ വരില്ല എന്ന്, എനിക്ക് 99 അല്ലെങ്കിൽ 100% ഉറപ്പുണ്ട് അവിടെ എറർ വരില്ല എന്ന്. ആ കേസിലേക്ക് നിങ്ങൾ അൺവാപ്പ് ഉപയോഗിക്കുള്ളൂ. ഇനി എറർ വരെ സാല കോഡ്സ് കുറേ ഉണ്ടാവും, അതിലേക്ക് നിങ്ങൾ ഫ്ലാറ്റിന് വേറെ എറർ ഹാൻഡിൽ മെത്തേഡ്സ് ഉണ്ട്, അത് ഫ്യൂച്ചർ വീഡിയോസിൽ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ ബഫർ യൂസ് ആവും ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും കാണിച്ചു തരാം, ഈ ഫോർ ലൂപ്പിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേരിയബിൾ ആയിട്ട് ലെറ്റ് മ്യൂട്ട് a = string new ഒരു 3 ക്രിയേറ്റ് ചെയ്യാം, B C ഓക്കെ. കൊടുക്കുകയാണ് buf.readline %mute a.unwrap ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈ കേസിൽ മ്യൂട്ട് ആക്കണം, നമ്മൾ ബഫർ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ. ഡബിൾ ആക്കാം, ട്രിപ്പിൾ ഓക്കെ, B C ഓക്കെ. അത് പ്രിൻ്റ് ചെയ്യാം. കണ്ട ഇത് ഒന്നേ പ്രിൻറ്റ്. ഈ റീഡ് ലൈൻ എന്താണെന്ന് വെച്ചാൽ ലൈൻ ബൈ നേരത്തെ നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് ലൈൻ ബൈ ലൈൻ പ്രിൻറ്റ് ചെയ്തത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്ത് ലൈൻ ബൈ ആയിട്ട് സ്റ്റോർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് റീഡ് ലൈൻ എന്ന് വെച്ചാൽ ഫയലിന് ഫസ്റ്റ് ലൈൻ എടുക്കുക, അത് എയിൽ സ്റ്റോർ ചെയ്ത് പിന്നെ റീഡ് ലൈൻ ഉപയോഗിക്കുമ്പോൾ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിൻ്റെ പോയിന്റ് സെക്കൻഡിൽ നിൽക്കുക സാധനം. അപ്പോൾ പിന്നെ റീഡ് ലൈൻ കൊടുക്കുമ്പോൾ സെക്കൻഡ് ഇരിക്കുക എന്താ അതിനെ
ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്ത് ബി സ്റ്റോർ ചെയ്ത്, പിന്നെ മൂന്നാമത്തെ വർഷം റീഡ് ലൈൻ ഉപയോഗിക്കുമ്പോൾ മൂന്നാമത്തെ ഇരിക്കുന്ന സാധനത്തിന് ഞാൻ സിയിൽ സ്റ്റോർ ചെയ്ത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, സിമ്പിൾ സാധനം തന്നെയാണ്. നമ്മൾ റീട്വിസ്റ്റിംഗ് കൊടുത്തില്ലേ, അതിൽ മൊത്തം സ്റ്റോർ ചെയ്യുന്നത്, ഇതിൽ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ ബഫറിനെ കുറിച്ച് ഇത്രയും പറയാനുള്ളൂ. നല്ല ഇമ്പോർട്ടൻറ്റ് സാധനം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മനസ്സിലായില്ലെങ്കിൽ റിവേഴ്സ് അടിച്ച ശേഷം കണ്ടുവയ്ക്കുക. നല്ല ഇമ്പോർട്ടൻറ്റ് സാധനം നമ്മൾ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ആശയമായ സാധനമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേറെ കാണാം. ടിൽ ദെൻ ബൈ.